ഒരു ബോസിന്റെ സമ്മർദ്ദം മൂലമല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നിങ്ങളുടേതായ എന്തെങ്കിലും നിർമ്മിക്കുന്നതിന്റെ ആവശ്യത്തിലാണ് എല്ലാ ദിവസവും രാവിലെ ഉണരുന്നതെന്ന് സങ്കല്പിക്കുക. ഓരോ സ്റ്റാർട്ടപ്പിനും പിന്നിലെ തീപ്പൊരി അതാണ്. വലിയ സ്വപ്നം കാണാനും ധൈര്യത്തോടെ പ്രവർത്തിക്കാനും സാലറി നേടുന്നതിനപ്പുറം സ്വാധീനം സൃഷ്ടിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഫയർ. ഇന്ത്യയിൽ ഈ ഫയർ മുമ്പത്തേക്കാൾ കൂടുതൽ തിളക്കത്തോടെ ജ്വലിക്കുന്നു. കാരണം ഇവിടെ ഈ കുഴപ്പമില്ലാത്ത വർണ്ണാഭമായ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ അവസരം വെറുതെ വന്ന് മുട്ടുകുത്തുന്നില്ല. അത് എല്ലാ തെരുവ് കോണുകളിൽ നിന്നും ആർപ്പുവിളിക്കുന്നു. ഇന്ത്യ വെറുമൊരു രാജ്യമല്ല, അത് ഒരുമിച്ച് ചേർത്ത ഒരു ബില്യൺ സ്വപ്നങ്ങളാണ്. അവിശാലമായ ജനസംഖ്യയിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും അതിമോഹമുള്ളതുമായ തൊഴിൽ ശക്തികളിൽ ഒന്നുണ്ട്. ആളുകൾ ജോലികൾക്കായി മാത്രമല്ല, പരിഹാരങ്ങൾക്കായി വിശക്കുന്നു. ഒന്നാം നിര നഗരങ്ങൾ മുതൽ വിദൂര ഗ്രാമങ്ങൾ വരെ ഓരോ കോണും പരിഹരിക്കപ്പെടാൻ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. എഡ്യൂക്കേഷൻ ക്യാപ്സ്, ഹെൽത്ത് കെയർ ആക്സസ്, ഡെലിവറി ചലഞ്ചസ്, പേയ്മെന്റ് സിസ്റ്റംസ്, റൂറൽ ലോജിസ്റ്റിക്സ്, ക്ലീൻ വാട്ടർ, അർബൻ മൊബിലിറ്റി. ഈ പ്രശ്നങ്ങളിൽ ഓരോന്നും $1 ബില്യൺ ആശയത്തിലേക്കുള്ള ഒരു വാതിലാണ്. നിങ്ങൾക്ക് ഒരു കാര്യം നന്നായി പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പണം സമ്പാദിക്കുക മാത്രമല്ല, നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്യും. ഇന്ത്യൻ സർക്കാർ ഇന്ന് വെറും ഒരു നിശബ്ദ കാഴ്ചക്കാരനല്ല. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ റിസ്ക് എടുക്കുന്നവർക്ക് അനുകൂലമായി നയങ്ങൾ മാറ്റിയെടുക്കപ്പെടുന്നു. ടാക്സ് ബ്രേക്സ്, ഈസി കംപ്ലൈൻസ്, ഫണ്ടിംഗ് സപ്പോർട്ട്, പേറ്റന്റ് ഫെസിലിറ്റി, സംരംഭകരെ ചുവപ്പ് നാടിലും മുക്കാതെ ശാക്തീകരിക്കുന്നതിനാണ് ഈ സംവിധാനം ഒരുക്കുന്നത്. കൂടാതെ 100-ലധികം യൂണിക്കോണുകൾ ഇതിനകം നിലവിലുണ്ട്. സ്റ്റാർട്ടപ്പ് കൾച്ചർ ഇനി ഒരു കുമിളയല്ല, ഇറ്റ് ഈസ് എ മൂവ്മെന്റ്. ഡിജിറ്റൽ വിപ്ലവം മറക്കരുത്. വിലക്കുറഞ്ഞ ഇന്റർനെറ്റും വ്യാപകമായ സ്മാർട്ട് ഫോൺ വ്യാപനവും ഉപയോഗിച്ച് നിങ്ങളുടെ പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ പോക്കറ്റിലാണ്. നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു കോഡർ ആയാലും, ഡൽഹിയിൽ നിന്നുള്ളൊരു ഡിസൈനർ ആയാലും, ജയ്പൂരിലെ കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ആയാലും, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കടയുടെ ആവശ്യമില്ലാതെ തന്നെ ഭൂഖണ്ഡങ്ങളിലുടനീളമുള്ള ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചേരാനാകും. സോഷ്യൽ മീഡിയയാണ് നിങ്ങളുടെ ബിൽ ബോർഡ്, യുപിഐ നിങ്ങളുടെ ക്യാഷ് കൗണ്ടറാണ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എന്നിവ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. എന്നാൽ യഥാർത്ഥ പ്രചോദനം പണമോ പ്രശസ്തിയോ മാത്രമല്ല, അത് ഫ്രീഡമാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുമെന്ന ആശയമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പരാജയപ്പെടാനും വീണ്ടും ഉയർന്നു വരാനും കഴിയും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രാധാന്യമുള്ളൊരു പാരമ്പര്യം അവശേഷിപ്പിക്കാനും കഴിയും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ വെറും ബിസിനസ്സുകളല്ല, അവ ആവശ്യകതയിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും പൂർണ്ണമായ ഇച്ഛാശക്തിയിൽ നിന്നും ജനിച്ച വിപ്ലവമാണ്. ഞാൻ സ്വന്തമായി എന്തെങ്കിലും ആരംഭിച്ചാലോ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ ചെറിയ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയമല്ല, ഇത് നിങ്ങളുടെ സമയമാണ്.